പ്രൈസ് ദി ലോർഡ്. ഈശോ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനപ്പാഠവാക്യം 1 പത്രോസ് 2-ാം-അധ്യായം 24-25 വാക്യങ്ങൾ. നാം പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. നിങ്ങൾ തെറ്റിയൊഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും പാപസംബന്ധമായി മരിച്ചിട്ട് നീതിക്ക് ജീവിക്കുന്നവരാകുവാൻ, നിത്യമായി ജീവിക്കുന്നവരാകും എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആമേൻ. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂശിൽ ചെയ്തത് എനിക്ക് വേണ്ടി എന്ന് ആര് വിശ്വസിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ രക്ഷയാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ സകല മണ്ഡലത്തിലും സൗഖ്യവും വന്നുമിരിക്കുന്നു. അത് നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. മാത്രമല്ല, തെറ്റിയൊഴുകുന്ന ആടുകളെ പോലെ ആയിരുന്ന നമ്മൾ നമ്മുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്ന സ്വർഗീയ അനുഭവമാണ്. ആകയാൽ അതിൽ തന്നെ നമുക്ക് തുടരാം. അതിനായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. ക്രിസ്തുവിൽ ജയാളികളായി ജയോത്സവമായി വാഴാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. ഈ വാക്യം മനപ്പാഠമാക്കാൻ മറക്കല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.